ഇത് വീഡിയോ ഉണ്ടാ വീഡിയോ പിന്നെ എന്റെ ബ്ലോഗിലേക്ക് ഇവര് വീഡിയോ അയ്യോ ഇതൊന്നും ബ്ലോഗിലിടാൻ പറ്റില്ല. ഞാൻ ഇതന്നെ ബ്ലോഗിലിടാൻ പറ്റില്ല. കുറേ നാൾ കൂടി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നതാണ്. അവൾ വരുന്ന കാരണം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ചുറ്റുവട്ടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഒന്നും പറയണ്ട. പക്ഷേ വൺ ട്രാജഡി ആയിപ്പോയി. ഞാൻ കുക്ക് ചെയ്തിരിക്കാതെയാണ് കൊച്ചിന് വയ്യാതെ ബബുക്കുട്ടിക്ക് ചെറിയ വോമിറ്റിംഗ് ഒക്കെ ആയി. പിന്നെ രാത്രി അവളെയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയൊക്കെയായിരുന്നു. പക്ഷെ അവൾ ഓക്കെ ആയി. അവൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രാത്രി വോമിറ്റിംഗ് കൂടിക്കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയതാണ്. അവിടെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയി. പിന്നെ വെളുപ്പിനാണ് ഞങ്ങൾ നേരെ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നത്. അപ്പോൾ കുക്കിംഗ് പകുതിക്ക് ഇട്ടിട്ടാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയത്. പിന്നെ അവൾ ഓക്കെ ആയി. പിന്നെ ഇത് ഞാൻ ആഗ്രഹിച്ചൊരു വ്ളോഗാണ് കേട്ടോ. അവൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ ഈ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ വ്ളോഗ് എടുക്കാനുള്ള മാനസികാവസ്ഥ ഒന്നും ആയിരുന്നില്ല സത്യം പറഞ്ഞേക്കും. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കുക്കിങ്ങൊക്കെ ഒരു കണക്കിന് ഒതുക്കി. അപ്പോൾ ഞാനിവിടെ ധൃതി പിടിച്ച് ക്യാഷ്നെറ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ സത്യം പറഞ്ഞാൽ പണിയൊന്നും തീർന്നിട്ടില്ല. ധൃതി പിടിച്ച് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുക്കണം. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കിതൊക്കെ വീഡിയോ ആയിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു ഒന്നാമത് കുറേ നാൾ കൂടി വർഷങ്ങൾ കൂടിയിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യണം. 6 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യണത്. ഈ കുഞ്ഞുങ്ങൾ എനിക്കൊന്ന് 5 മാസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ ലാസ്റ്റ് കണ്ടത്. അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ല. നാട്ടിൽ പോണ സമയത്ത് കാണാൻ പറ്റാറില്ല. ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ വെക്കേഷൻ ടൈമിലായിരിക്കും പോവാം. പിന്നെ ഇത്തവണ അവർ സൗദിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ദുബായിക്ക് വരികയാണ്. ഇതിൻ്റെ 4 ദിവസത്തെ ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്, ഒന്നും പറയാനില്ല. ഭയങ്കര സന്തോഷം കേട്ടോ. അത് കാരണം ഇന്നലെ മുതലേ ഞാൻ പണി തുടങ്ങിയതാണ്. പക്ഷേ അതിനിടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കൊച്ചിനെ ഇന്നലെ രാത്രി ചെറിയ ഹോസ്പിറ്റൽ സീനൊക്കെ ആയിട്ട് കൊണ്ടുപോകേണ്ടി വന്നു. എന്താണ് അവൾക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു രാത്രി. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അവളിപ്പോൾ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ അല്ലേ ബബ്ബു? യെസ് കണ്ട ബബ്ബുക്കുട്ടി ഓക്കെയാണ്. ബബ്ബുക്കുട്ടി ഹായ് പറ. ഹലോ ഹലോ. ആരാ ബബ്ബു എന്നെ? ഫ്രണ്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല കുഞ്ഞായിരുന്നപ്പോഴുണ്ട്. അപ്പോൾ ഇവള് ഫോട്ടോ നോക്കാറുണ്ട്. അപ്പോൾ ഫോട്ടോയിൽ ആ കൊച്ചിനറിയാം, പക്ഷെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് അടിച്ചു വിളിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്താണ്. അപ്പോൾ ശരി, ഞാൻ ബാക്കി പണിയൊക്കെ തീർക്കട്ടെ. ഇവിടെ അടുപ്പത്ത് പായസം ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ കാഷ്നട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിച്ചോ. പോയി പൊട്ട് തൂത്തിയേ. ഒരു കുഞ്ഞി പൊട്ടെടുത്ത് കൊടുത്ത്. വേണ്ട, താല്പര്യമില്ല. വൈകുട്ടി ഹായ് വാ വാ ചേട്ടാ. ഹലോ പറ. ഹലോ കഥയൊക്കെ പറയാ. ഹലോ ജാരന്. സത്യം പറഞ്ഞാൽ വ്ളോഗ് നമ്മൾ സ്വന്തമായിട്ട് എടുക്കണ കാരണം എനിക്ക് അവരോട് സംസാരിക്കണതിൻ്റെ തിരക്കിലായിപ്പോയി. എനിക്കൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബോധമേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അത്രയും നാൾ കൂടി കണ്ടായിരുന്നു. ഞങ്ങൾക്ക് നോൺ സ്റ്റോപ്പ് ആയിരുന്നു വിശേഷങ്ങൾ പറയാനായിട്ട്. സമയം പോയതേ അറിഞ്ഞില്ല. അതെ കഴിച്ചോ? കഴിക്ക്. നീ കഴിക്കാനാണ് ഞാൻ വെയിറ്റ് ചെയ്യണം. ഡോക്ടർ പേഷ്യൻ്റ് ആണോ? ഇതാണോ പേഷ്യൻ്റ്? ഓക്കെ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഫുൾ ഡേ കറക്കമൊക്കെ പ്ലാൻ ചെയ്താണ്. പക്ഷേ കൊച്ചിന് വയ്യാതിരുന്നായിരുന്നു, അതൊന്നും നടന്നില്ല. പിന്നെ ഭക്ഷണം കഴിച്ചു. പിള്ളേർ 3 പേരും കൂടി ഭയങ്കര കളിയൊക്കെയാണ് കേട്ടോ. ഭയങ്കര കളിയാണ്. പിന്നെ ഞങ്ങളിവിടെ ഞങ്ങളുടേതായിട്ടുള്ള ലോകത്താണ്. ഞങ്ങൾ ആസ് യൂഷ്വൽ പണ്ടത്തെ പോലെ ഫോട്ടോസൊക്കെ എടുക്കലും കാര്യങ്ങളായിട്ട് ഭയങ്കര ബഹളമുണ്ട്
കല്യാണത്തിന് മുന്നേ നോക്കുകയാണെങ്കിലുണ്ടല്ലോ എൻ്റെ ഫോൺ ഗാലറിയിൽ ഏറ്റവും കൂടുതൽ സെൽഫീസ് ഇവളുടെ കൂടെയായിരുന്നു കേട്ടോ. ശരിക്കും ആ ലൈഫൊക്കെ ഇപ്പോൾ മിസ്സാവുമായിരുന്നു. ഞങ്ങൾ ഈ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബബുക്കുട്ടീനെ ഫോട്ടോസിലൊന്നും കാണില്ല കേട്ടോ. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്നലെ വെളുപ്പിന് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയത് കാരണം അവൾക്ക് ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരിറങ്ങുന്ന സമയത്തൊക്കെ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുറേ നേരം നമ്മൾ എന്തൊക്കെയോ വർത്താനം പറഞ്ഞു. എന്താ വർത്താനം പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. അവരുടെ തിരിച്ചു പോവുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അങ്ങനെ ഗൈസ് ഹാറ്റ് നോട്ടിരുന്ന് ഫ്രണ്ടിനെ കണ്ടു. അവരിത് പറഞ്ഞ നേരം കൊണ്ട് പോവുകയും ചെയ്ത്. നമ്മൾ കുറച്ച് കറങ്ങാനൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഒന്നും വയ്യാത്ത കാരണം അവൾ ഇപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങിയിരുന്നില്ലേ. അപ്പോൾ അതായത് പിന്നെ നമുക്ക് പിന്നെ അവളെ ബുദ്ധിമുട്ടിക്കണമല്ലോ എന്ന് വിചാരിച്ച് പോയില്ല. നോക്കട്ടെ, അവൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ട്യൂസ്ഡേ ആണ് റിട്ടേൺ പോകത്തുള്ളൂ. അപ്പോൾ അവൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കാണാം. എവിടെയെങ്കിലും വെച്ച് എല്ലാവരും കൊണ്ട് കളിപ്പിക്കാനൊക്കെ പോവാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. നോക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ, ഒരു കുട്ടി വ്ലോഗായിരുന്നത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുടെ വീണ്ടും വരാൻ മതിയായിരിക്കും. ബൈ.